നമ്മൾ എല്ലാവരും വളരെ നേരത്തെ എണീറ്റ് വർക്കൗട്ട് ചെയ്യുന്നവരാണല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ പുലരി എത്ര സുന്ദരമാണ്. ഇവിടെ അമ്പലനടയിൽ നിന്നും ഒഴുകിയെത്തുന്ന ദേവസംഗീതം കേൾക്കാം. മഞ്ഞുകണങ്ങൾ പ്രകൃതിയുമായി അലിഞ്ഞു ചേരുന്ന ഈ നിമിഷമല്ലേ നമുക്ക് യോഗ ചെയ്യാൻ പറ്റിയ സ്ഥലവും സമയവും. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന യോഗയാണ് ഷഡ്പദാസൻ. ഇത് സ്ഥിരമായി കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നടുവേദന, മുട്ട് വേദന എന്നിവയിൽ നിന്നും പരിപൂർണമായ മുക്തി ലഭിക്കും. എങ്ങനെയാണ് ഷഡ്പദാസൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഷഡ്പദാസൻ ചെയ്യുന്നതിന് വേണ്ടി വജ്രാസനത്തിലിരിക്കണം. വജ്രാസനത്തിൽ ഇരിക്കുന്നു പറയുന്നത് കാലിൻ്റെ ഉപ്പൂറ്റികൾ മേൽ പൃഷ്ഠഭാഗം അമർത്തി വയ്ക്കണം. കൈകൾ രണ്ടും കാൽമുട്ടിന് ഇരു സൈഡും അമർത്തി വയ്ക്കാം. ഇനി ഇടത്തെ കാല് നേരെ ബാക്കിലോട്ട് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ഇനി തല നെറ്റ് വന്ന് പ്രതലത്തിൽ മുട്ടിക്കാം. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് നേരെ മുകളിലേക്ക് ഉയരാം. ദൃഷ്ടി മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. ശ്വാസം വിട്ട് വീണ്ടും പ്രതലത്തിൽ നെറ്റ് മുട്ടിക്കാം. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് ഉയർത്താം. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, മുകളിലേക്ക് സ്ട്രെച്ച്. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തെ കാല് ഫ്രണ്ടിലോട്ട് വെച്ച് വീണ്ടും വജ്രാസനത്തിലിരുന്ന് വിശ്രമിക്കാം. ഇനി വീണ്ടും കൈകൾ ഇരു സൈഡിൽ അമർത്തി ഇനി വലത്തെ കാല് ബാക്കിലോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കാം. നെറ്റ് പ്രതലത്തിൽ മുട്ടിക്കാം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുകളിലേക്ക് ഉയർന്ന് ദൃഷ്ടി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. വീണ്ടും നെറ്റ് പ്രതലത്തിൽ മുട്ടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് ദൃഷ്ടി മുകളിലേക്ക് ഇടുക. അങ്ങനെ 3 പ്രാവശ്യം. ചെയ്ത് കഴിഞ്ഞാൽ വലത്തെ കാല് ഫ്രണ്ടിലോട്ട് വെച്ച് വീണ്ടും വജ്രാസനത്തിൽ വരാം, വിശ്രമിക്കാം. ഇങ്ങനെ സ്ഥിരമായി ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും.